കൃഷ്ണേന്ദു, ഇപ്പൊ പുതിയൊരു പദ്ധതി വന്നിരിക്കുകയാണ് സർക്കാരിന്റെ, പിങ്ക് ബസ്, പച്ച കളറുള്ള പിങ്ക് ബസ്. എന്താ പറയാനുള്ളത്? ജ്യോതിക, പിങ്ക് ബസിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നണില്ല ആവശ്യമുണ്ട്. നല്ലതല്ലേ പിങ്ക് ബസ്? സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ യാത്രാ സൗകര്യമൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തല്ലേ വേണ്ടത്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുകയല്ലേ വേണ്ടത്? അതിന് പ്രത്യേകം ഒരു ബസ്. നമ്മളിപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാര്യം പറയുകയല്ലേ. കുറച്ച് നാളായി നമ്മൾ യൂണിഫോം ഉൾപ്പെടെ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ എന്താണ് അതിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയിട്ടുണ്ട്. വുമൺ എംപവർമെന്റ് എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിട്ട് പ്രത്യേക ഒരു ജെൻഡർ ഒരു ബസ് വരുന്നു. അതിനോട് ഞാൻ അത്ര അങ്ങ് യോജിച്ചില്ല. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു നിലവിൽ കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ പറഞ്ഞ് ആരോട് പറയാൻ? എത്ര പുരുഷന്മാരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? പക്ഷേ കുറച്ചും കൂടെ യാത്ര സുരക്ഷിതത്വമുള്ള, അതായത് എല്ലാ സ്ത്രീകൾക്കും നല്ല സുരക്ഷിതം. ബസ്സിൽ മാത്രമല്ലല്ലോ, പൊതുനിരത്തിലും പീഡനങ്ങൾ നടക്കുന്നില്ലേ? ബസ്സിലും നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ ബസ്സിൽ എത്ര സ്ത്രീകൾക്ക്, ഏതൊരു സ്ത്രീനെ എടുത്താലും അവർക്ക് ബസ്സിൽ ഒരു മോശം അനുഭവം കുട്ടിക്കാലം തൊട്ട് നോക്കിയാൽ ഏതെങ്കിലും ഒരു അവസരത്തിലെങ്കിലും ഉണ്ട്. വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ അത് കുറവുള്ളൂ. അതിനെ എങ്ങനെ മാറ്റം എന്നല്ലേ നോക്കേണ്ടത്. നമ്മൾ അത് എങ്ങനെ മാറ്റാമെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പുരുഷന്മാരെയും പോയി ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്താൽ അത് നിൽക്കുമോ? ജ്യോതിക, ഇപ്പോൾ ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന കാലാണ് ഈ ഒരു സമയത്ത്. ഈ കുട്ടികൾ ചിലപ്പോൾ ബസ്സിലൂടെ യാത്ര ചെയ്തിട്ടായിരിക്കില്ലല്ലോ. ഇപ്പോൾ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു, ആസിഫ എവിടെ വെച്ചിട്ടാണ് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അല്ലായിരുന്നല്ലോ. അങ്ങനെ നിരവധിയായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പിങ്ക് ബസ് ഒരു ജെൻഡർ ബസ്സിനേക്കാളും ഒക്കെ നല്ലത് എല്ലായിടത്തും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു യാത്രാ സൗകര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എമർജൻസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബസ്സുകളിലാണെങ്കിൽ തന്നെ. സ്ത്രീയും പുരുഷനും വെവ്വേറെ സ്ഥലങ്ങളിൽ ഇരിക്കണം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു സുരക്ഷിതത്വം കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കണ്ടേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കൃഷ്ണേന്ദു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരെ മറിച്ച് ഈ ഒരു പിങ്ക് ബസ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബസ്സിലിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയോ? ആരെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നമുക്കൊരു മുന്നേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി അതൊരു ട്രോമ പോലെ ആയിരിക്കും. മുന്നേ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കണം. പക്ഷേ ജ്യോതി, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇരിക്കുന്നത്. പിങ്ക് ബസ് വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അപ്പൊ രാവിലെ സ്ത്രീകൾക്ക് ആർക്കും പുറത്തിറങ്ങണ്ട. ഇത് കൂടുതലും സ്ത്രീകൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന സ്ഥിരമായ ജോലി, അത് നമ്മൾക്ക് ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ, പിന്നെ നോക്കാമല്ലോ. പിന്നെ നോക്കാമെന്നൊക്കെ പറയുമ്പോഴും സുരക്ഷിതത്വത്തിലാണേ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. എല്ലായിടത്തും പൊതുഗതാഗതം എത്രയോ നന്നായിട്ട് സുരക്ഷിതത്വമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തല്ലേ നമ്മൾ ഇത് കൊടുക്കേണ്ടത്. ഇപ്പോൾ പിങ്ക് ബസ് വന്നു എന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ചിലപ്പോൾ കുറവ് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ പഠിച്ച് ശാസ്ത്രീയമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് നമുക്ക് നോക്കേണ്ടത്. പിങ്ക് ബസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു അശാസ്ത്രീയത ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. എങ്കിലും ഞാൻ കൂടുതലും പിങ്ക് ബസ്സിനെ ശരിവെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി നമ്മൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കാം. കാരണം നമുക്ക് ഇനി ഒരു പുരുഷ അതിക്രമം അല്ലെങ്കിൽ ഒരു പുരുഷ നോട്ടം പോലും ഭയക്കാതെ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു യാത്ര തന്നെ പിങ്ക് ബസ്സിന് നൽകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പിങ്ക് ബസ് KSRTCക്ക് ഒരു അധിക ചിലവായിട്ട് വരാനും സാധ്യതയില്ല. കാരണം ഉള്ള ബസ്സുകൾ മെച്ചപ്പെടുത്തി കുറച്ചും കൂടെ പ്രോഫിറ്റിൽ KSRTCയെ കൊണ്ടുപോകുന്നതിന് പകരം ജെൻഡർ ബേസ്ഡ് ബസ്സുകളും കൂടെ വരുമ്പോൾ KSRTCക്ക് അത് അധിക ഭാരമായിരിക്കുന്നു. അവരുടെ പ്രോഫിറ്റിൽ അത് വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഉള്ള സർവീസിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ഉള്ള സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പം ചില സമയത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് കുഴപ്പമില്ല, സ്ത്രീയല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന മനോഭാവങ്ങളൊക്കെ മാറ്റം വന്നാൽ തന്നെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ നിയമം ശക്തമാണെങ്കിൽ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതിനും പരിഹാരം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്. എന്നിരുന്നാലും ഇപ്പം ഈ പിങ്ക് ബസ് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് വീട്ടമ്മമാർ, വിദ്യാർത്ഥികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കിനി എന്താവുമെന്ന് കണ്ടറിയന്നെ വേണം. എങ്കിലും ഞാൻ സപ്പോർട്ടാണ്, ഞാൻ വിടില്ല. ഞാനും വിട്ടുതരില്ല. പിങ്ക് ബസ് വേണ്ട. ജെൻഡറായിട്ട് പിന്നെയും നമ്മൾ തരംതിരിക്കുമല്ലേ.
വുമൺ എംപവർമെന്റ് വരട്ടെ, ഇക്വാലിറ്റി അല്ലേ നമുക്ക് വേണ്ടത്. ജ്യോതിക, ഇപ്പോ ഷിംജിതയുടെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷിംജിതയ്ക്ക് പറ്റിയിട്ടുള്ള കാര്യം എന്താണെങ്കിലും ആ ദീപകിന്റെ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോ സ്ത്രീകൾക്കൊരു പ്രത്യേക ബസ് വരുമ്പോഴും പുരുഷന്മാര് അനുഭവിക്കുന്നില്ലേ? അപ്പൊ പുരുഷന്മാർക്കും പ്രത്യേക ബസ് വേണ്ടേ? ഞാൻ അങ്ങനെയാ വാദിക്കുന്നത്. പുരുഷന്മാർക്ക് പ്രത്യേക ബസ് എന്നുള്ളതല്ല, ജനറൽ ആയിട്ടൊരു ബസ് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അതിൽ പുരുഷന്മാര് അവിടെ എന്താ സുരക്ഷിത ബസ് അല്ലേ വേണ്ടത്, അല്ലാതെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള പിങ്ക് ബസ് അല്ലല്ലോ നമുക്ക് ആവശ്യം. ഇപ്പൊ പിങ്ക് ബസ് വന്നു എന്ന് കരുതി സ്ത്രീകൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആവുകയുള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവർ, ഫ്രണ്ട്സ്, അമ്മമാരോ വീട്ടമ്മമാരോ ആരെങ്കിലും ആവട്ടെ, ഇപ്പോഴും ഇതുപോലെ തോണ്ടലും പിച്ചലും നോട്ടങ്ങളും അങ്ങനെ പലതും നേരിടുന്നുണ്ട്. അവർക്കൊക്കെ ഈ പിങ്ക് ബസ് ഒരുപാട് ആശ്വാസകരം തന്നെയാണ്. അക്കൂട്ടത്തില് പുരുഷന്മാരെ നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബസ്സുകൾക്കൊന്നും ഭിന്നശേഷിക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് പറ്റുന്നതല്ല. നമ്മുടെ ബസ് സൗകര്യമൊക്കെ പൊക്കത്തിലുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഭിന്നശേഷിക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അവർക്കും പ്രത്യേക ബസ് വേണ്ടേ? അതുപോലെ വയോധികർക്കും പ്രത്യേക ബസ് വേണ്ടേ? ഇപ്പൊ തന്നെ KSRTC പ്രിയദർശിനിയായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഇനി പിങ്ക് ബസ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരൊക്കെ തന്നെയും ഭയങ്കരമായ സ്ത്രീ വിരോധികളാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കണ്ടറിയണം കൃഷ്ണേന്ദു. കൂടാതെ ഈ ഭിന്നശേഷി സൗഹൃദ ബസ്, അത് ഒന്ന് ആലോചിക്കാം. അതായത് അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ബസ് എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഉള്ള ബസ്സിൽ തന്നെ അവർക്ക് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. കേരളത്തിൽ ഇത് എവിടെയും ഇതുവരെ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നില്ല അല്ലെ? അതുപോലെ ഈ പിങ്ക് ബസ് വരുമ്പോഴുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവര് ഇപ്പോഴും എസ്കേപ്പായി പോയിക്കൊണ്ടിരിക്കുക. അവരെപ്പോഴും എസ്കേപ്പായിട്ട് അവർ ഇതിലൊന്നും അത്ര താല്പര്യമില്ലാതെ അല്ലെങ്കിൽ കടുത്ത ശിക്ഷയൊന്നും അവർക്ക് കൊടുക്കാതെ ഒരു നൈസായിട്ടൊന്ന് പോകുന്നൊരവസ്ഥയാണ്, മുങ്ങി നടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ കുറച്ചും കൂടെ ആ കടുത്ത ശിക്ഷയെ ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് ബസിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ സത്യം പറഞ്ഞ. എത്ര പേരെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം കൃഷ്ണേന്ദു, ഇത്തരം ഒരു പ്രവണതയുള്ളവർ, അത് എല്ലാവർക്കും തിരിച്ചു പ്രതികരിക്കാനും പറ്റണമെന്നില്ല. നമ്മളെ പ്രതികരിക്കാൻ കൊച്ചിലെ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുകയല്ലേ വേണ്ടത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണേന്ദു. അത് ഒരു മാത്രല്ല, ഞാൻ പറയട്ടെ ജ്യോതിക, ഇപ്പൊ നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നു എന്ന് വെക്കുക. വന്നാലും നമ്മളുടെ നിയമ സംവിധാനങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ കാര്യമാത്ര ഇതൊന്നും പുരോഗമനമൊന്നും ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ നിയമമൊക്കെ പരിശോധിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഊരിപ്പോകാനുള്ള എന്തെങ്കിലുമൊക്കെ വകുപ്പ്, ലൂപ്പ് ഹോൾസ് ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഈ ബസ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് KSRTC ബസ് എന്നൊക്കെ പറയുന്നത് ഒരു പൊതു സർവീസാണ്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന. ഇവിടെ ഈ ജെൻഡർ കൊണ്ടുവന്ന് വേർതിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു വേർതിരിക്കലാകില്ലേ എന്നും എനിക്ക് സംശയം. ഇത് വേർതിരിക്കലല്ല, അവരെ കൂടി പരിഗണിക്കുന്ന ഒരു പദ്ധതിയാണ്. അതായത് ഞാൻ പറഞ്ഞു, അവരുടെ സേഫ്റ്റി, മാനസിക നില, അവരുടെ യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവർക്ക് ആ ഒരു തിരക്കിൽ നിന്നുള്ള ആശ്വാസം തുടങ്ങി പല കാര്യങ്ങൾ കൂടി അവരെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു പ്രത്യേകത. അതാണ്. ഇപ്പൊ ജ്യോതിക, ഇപ്പൊ പൊതുഗതാഗതം മൊത്തം പരിശോധിച്ചു, ഇപ്പൊ ഊബറിൽ പോകുന്ന എല്ലാ സ്ത്രീകളും സുരക്ഷിതരല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിങ്ക് ഊബറും വേണ്ടേ? ഊബറിലുണ്ട്, പിങ്ക് ഡ്രൈവറുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഒരു കിടപ്പോശ അങ്ങ് ശരിയായിട്ടില്ലല്ലോ ജ്യോതിക. അതുപോലെ ഈ ജെൻഡർ ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞില്ലേ, കുറ്റവാളികൾ ഇവിടെ എസ്കേപ്പ് ആയി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചും കൂടെ സുരക്ഷിതത്വമുള്ള പൊതു ഇടങ്ങൾ തന്നെ ആവശ്യമാണ്. ബസ്സിൽ മാത്രമല്ല സ്ത്രീകൾ പീഡിപ്പിക്കുന്നത്, പല ഇടങ്ങളിലും സ്ത്രീകൾക്ക് പീഡനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യത്തിലും ഒരു പരിഹാരം കാണാനായിട്ട് പറ്റും. പിന്നെ പിങ്ക് ബസ് ചിലപ്പോൾ നല്ലതായിരിക്കും, മാറ്റങ്ങൾ വരുമായിരിക്കും, സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ കുറയുമായിരിക്കും. പക്ഷെ ഇതിന്റെ സമയക്രമത്തിലും നമുക്ക് ആശങ്കയുണ്ട്. സ്ത്രീകളെ എല്ലാ സമയത്തും യാത്ര ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാര് ചിലപ്പോൾ ബന്ധു വീട്ടിൽ പോകുന്നുണ്ടാവും രാവിലെ. അപ്പൊ എങ്ങനെയാ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഇത് ഉണ്ടാവുക? അപ്പോൾ പൊതു ഇടങ്ങൾ, പൊതു സർവീസുകൾ, ഇപ്പോൾ KSRTC ഉൾപ്പെടെയുള്ള ഗതാഗത സർവീസുകളിൽ എല്ലാവർക്കും സുരക്ഷിതത്വമായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്.